ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. നമ്മൾ പൂജിക്കുന്ന സമയത്ത് നമ്മൾ ഭഗവാനെ നോക്കി മുണ്ടണു, ചെറുക്കണു, വർത്തമാനം പറയണു, നമുക്ക് പറയാനുള്ള സ്തോത്രങ്ങൾ പാടണു, ഭജിക്കണു, വിഷ്ണു സഹസ്രനാമം ചൊല്ലണു, നാരായണീയം വായിക്കണു, എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പൂജിക്കണു, വിളക്കണു, എല്ലാം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു തോന്നൽ ഉണ്ടാവാൻ പാടില്ല, നമ്മളും ഭഗവാനും ഭിന്നമാണ്, വേറെയാണെന്ന് തോന്നാൻ പാടില്ല. നമ്മളും ഭഗവാനും ഒന്നാണെന്ന് സദാസമയം നമുക്ക് തോന്നിച്ചുകൊണ്ടിരിക്കണം. ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഭയം വരും. എന്താ കാരണം വെച്ചാൽ ഇപ്പം നമ്മളിങ്ങനെ പൂജിച്ചുകൊണ്ടിരിക്കുക, എന്തെങ്കിലും ഒന്ന് പറ്റിപ്പോയാൽ പെട്ടെന്ന് ഭയം വരും. അല്ലെങ്കിൽ നമ്മൾ പൂജിച്ചുകൊണ്ടിരുന്നിരുന്ന ഒരു വിഗ്രഹത്തിന് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ നമുക്ക് ഭയം വരും. അതെന്താ ഭയം വരുന്നത് വെച്ചാൽ നമ്മൾ മനസ്സിലേക്ക് എടുത്തിട്ടില്ല ഭഗവാനെ. അപ്പം നമ്മൾ എന്താ പറയുക, ഒരു വിഗ്രഹം പണ്ട് കാലം തൊട്ട് നമ്മൾ കേട്ട് വരുന്നതാണ്, പൊട്ടിയ വിഗ്രഹങ്ങൾ വീട്ടിൽ വെക്കരുത്, വെള്ളത്തിൽ ഒഴുക്കണം. ഇതെല്ലാം നമ്മൾ കേട്ട് കേട്ട് വരുന്നൊരു കാര്യമാണ്. ഇന്നത്തെ കാലത്ത് എന്താ കാണിച്ചാൽ പണ്ടുള്ളവർ അത് വേഗം അത് ചെയ്ത് വേറൊന്ന് വാങ്ങിച്ചിരുന്നു. ഇന്നത്തെ കാലത്ത് എന്താ വെച്ചാൽ അതിയല്ലാണ്ട് നമുക്ക് ഭ്രമം തോന്നിയിട്ട് എന്താണ്, നമ്മൾ ഭഗവാനെ ആ ആ വിഗ്രഹത്തിലങ്ങ് കാണുകയാണ് ഈശ്വരനെ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? മനസ്സിൽ കാണൽ കുറയുകയാണ്. മനസ്സിൽ നമ്മൾ അതേപോലെ ഭഗവാനെ കണ്ടാലാണ് നമുക്ക് വേറൊരു വിഗ്രഹം വാങ്ങിയാലും അത്ര തന്നെ ഒട്ടും ആ ഒരു ഇത് നഷ്ടപ്പെടാതെ, നമ്മുടെ ആ ഭക്തി നഷ്ടപ്പെടാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? പ്രാർത്ഥിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കാനേ നേരം ഉണ്ടാവുള്ളൂ. നമ്മൾ നമുക്ക് വിഗ്രഹം പൂജിക്കാൻ ആവശ്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മളും ഭഗവാനും ഭിന്നമല്ല എന്നൊരു തോന്നൽ, വേറെ അല്ല, ഭഗവാൻ നമ്മുടെ മനസ്സിലാണ് എന്നുള്ള ആ ഒരു തോന്നൽ എപ്പോഴും നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയം വിട്ടൊഴിഞ്ഞ ദിവസം ഉണ്ടാവില്ല. ഈ ലോകം മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ആ ഭഗവാൻ നമുക്കൊക്കെ അറിയാം. ഒരു ചെറിയ ഉണ്ണിയായിട്ട് ദേവകി മാതാവിനും വസുദേവർക്കും പുത്രനായിട്ട് ജനിച്ചതാണ്. ഭഗവാന്റെ ഉദരത്തിലാണ് എല്ലാം ലയിച്ച് ചേരണത്. ആ ഭഗവാൻ തന്നെയാണ് ഒരു ഉണ്ണിയുടെ രൂപത്തിൽ ദേവകി മാതാവിൻ്റെ ഗർഭത്തിലുണ്ടായത്. ഭഗവാന്റെ ഓരോ കളികൾ. അപ്പോൾ നമ്മൾ എപ്പോഴും ഭഗവാനെ നമ്മുടെ മനസ്സിൽ കൊണ്ട് നടക്കുക. അപ്പം നമ്മുടെ ഭയങ്ങൾ വിട്ടൊഴിയും. എല്ലാ അനുഗ്രഹവും ഈ ലോകം മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ആ ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ.